അങ്ങനെ നരസിംഹ വക്കീൽ നവീൻ്റെ അടുത്ത് ചെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, എടാ മോനെ, നിന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി ആരാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറയേ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അവളുടെ വീട്ടുകാരുമായിട്ടൊന്ന് സംസാരിക്കാം. ഇത് കേട്ടതോടുകൂടി തന്നെ നവീൻ ഒന്ന് പരിങ്ങി പറഞ്ഞു, ദേ മുത്തശ്ശ, അതൊന്നും പെട്ടെന്ന് അങ്ങനെ നടക്കുന്ന കാര്യമല്ല. വക്കീൽ വിട്ടുകൊടുത്തില്ല. അതെന്ത് വർത്താനാണ് നീ പറയുന്നത്? നവീൻ തൻ്റെ പേടി തുറന്നു പറഞ്ഞു. അത് പിന്നെ അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ബന്ധമായിരിക്കാം അത്. വക്കീലിൻ്റെ നെറ്റി ചുളിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. അത് നിനക്കെങ്ങനെ അറിയാം? നവീൻ ആ പെൺകുട്ടിയെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. അല്ല, അവൾ കുറച്ച് തൻ്റേടിയായിട്ടുള്ള പെൺകുട്ടിയാണ്. 4-5 ആണുങ്ങൾ ഒരുമിച്ച് വന്നാലും അവൾ ഇടിച്ചങ്ങ് സൂപ്പാക്കുന്നൊരു സ്വഭാവമാണ് അവൾക്ക്. അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ല. അങ്ങനെ തൻ്റേടിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അമ്മ ഒരു കാരണവശാലും സമ്മതിക്കില്ല. വക്കീൽ വീണ്ടും ചോദിച്ചു, എടാ, എന്നാലും ആ പെൺകുട്ടി ആരാണെന്ന് ഇങ്ങോട്ടേക്കൊന്ന് പറഞ്ഞൂടെ? നവീൻ നിസ്സഹായാവസ്ഥയിൽ പറഞ്ഞു, ഏയ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവളോട് ഞാൻ എൻ്റെ ഇഷ്ടം പോലും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. ഇത് കേട്ടതും വക്കീൽ അങ്ങ് ചിരിച്ചു. ആഹാ, അത് കൊള്ളാലോ. ഇതപ്പം നന്നായത്. എന്നിട്ടാണോ നീ കല്യാണം വേണമെന്നും പറഞ്ഞ് നടക്കുന്നത്? നവീൻ പറഞ്ഞു. മുത്തശ്ശ, അതൊക്കെ സംസാരിച്ചോളാം. പക്ഷേ എങ്കിലും ഈ വീട്ടിൽ അമ്മയും അച്ഛനെയും ഒക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടത് മുത്തശ്ശനാണ്. വക്കീൽ ആലോചിച്ച് പറയുന്നുണ്ട്. എടാ, നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. അത്രയും തൻ്റെടിയായ ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിന്റെ അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എന്നും വഴക്കും പ്രശ്നങ്ങളും മാത്രമായിരിക്കും. ഒടുവിൽ നിന്റെ സമാധാനം അങ്ങ് പോയി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവൾക്കും കൂടി ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. അല്ലെങ്കിൽ ഈ വീട് ഒരു യുദ്ധക്കളമായി മാറും. നവീൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശ. അവൾ തൻ്റെടിയാണെങ്കിലും സ്വഭാവം നല്ലതാണ്. അതുകൊണ്ട് മുത്തശ്ശൻ പേടിക്കൊന്നും വേണ്ട. പിന്നെ അച്ഛൻ വരുമ്പോൾ അച്ഛനെ കൂടി ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. വക്കീൽ അവന് വഴികാട്ടി. നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ആ പെൺകുട്ടിയോടൊന്ന് സംസാരിക്ക്. എന്നിട്ട് അവളുടെ സമ്മതം വാങ്ങിക്ക്. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വാ. അപ്പോഴേക്കും ഞാൻ നിന്റെ അച്ഛനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരുത്താം. അച്ഛൻ വന്നിട്ട് അമ്മയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നമുക്ക് അവളുടെ വീട്ടിൽ പോയി സംസാരിക്കാം. മുത്തശ്ശൻ അകത്തേക്ക് പോയപ്പോൾ നവീൻ ആലോചനയിലാണ്ടു. നന്ദു തന്നെ ഇഷ്ടമാണോ എന്നോർത്തുകൊണ്ട് തന്നെ അവനാകെ ആശങ്കയായി. വക്കീൽ അവന് വഴികാട്ടി. നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ആ പെൺകുട്ടിയോട് സംസാരിച്ചിട്ട് അവളുടെ സമ്മതം വാങ്ങിക്ക്. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വാ. അപ്പോഴേക്കും ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചിട്ട് വരുത്താം. അച്ഛൻ വന്നിട്ട് അമ്മയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നമുക്ക് അവളുടെ വീട്ടിലേക്ക് പോയിട്ട് സംസാരിക്കാം. മുത്തശ്ശൻ അകത്തേക്ക് പോയപ്പോൾ നവീൻ വീണ്ടും ആലോചനയിലാണ്ടു. നന്ദു തന്നെ ഇഷ്ടപ്പെടുമോ എന്നോർത്ത് അവനാകെ ആശങ്കയായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് നവീൻ അനിയുടെ ഫോണിലേക്ക് വിളിച്ചു. അനി ഇപ്പോൾ നല്ല ടെൻഷനിലായിരുന്നു. നന്ദുവിനോട് എങ്ങനെ ഈ ഒരു കാര്യം പറയുമെന്നും അവളുടെ പ്രതികരണം എന്തായിരിക്കുമെന്നും ഓർത്തുകൊണ്ട് തന്നെ അവനാകെ കുഴങ്ങി. ഇതിനിടയിലാണ് നവീൻ്റെ വിളി വന്നത്. അനി ഫോൺ എടുത്തു. എടാ, നിന്നോട് ഞാൻ കുറച്ച് സാവകാശം ചോദിച്ചിരുന്നല്ലോ. നവീൻ പറഞ്ഞു. എടാ, അത് പിന്നെ എനിക്കെന്തോ നല്ല ടെൻഷനായിട്ട്, അവളുടെ മനസ്സെന്താണെന്ന് അറിയാഞ്ഞിട്ട്. അനി അവനെ തിരുത്തി. എടാ, അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത്? നീ അവളെ കാണുകയെങ്കിലും ചെയ്തോ? നവീൻ പറഞ്ഞു. കണ്ടു, പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. അവളുടെ സ്വഭാവം അറിയാമല്ലോ. എന്തു മറുപടി പറയുമെന്ന് അറിയാത്തത് കൊണ്ട് നല്ല ടെൻഷനുണ്ട്. അവൾ നമ്മളെയൊക്കെ ഫ്രണ്ട്സായിട്ടല്ലേ കാണുന്നത്? അനി പറഞ്ഞു. അല്ല, നീ അവളുടെ ഫ്രണ്ടല്ലേ? നവീൻ സമ്മതിച്ചു. ഞാൻ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് അവളെ ഇഷ്ടമാണ്. ഇനി നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും പറയിപ്പിക്കാം. ഇത് കേട്ടപ്പോൾ തന്നെ അനി പേടിച്ചു. വേണ്ട വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. നന്ദു നോ പറഞ്ഞ നവീൻ്റെ മുഖത്ത് നോക്കിയിട്ട് അത് എങ്ങനെ പറയുമെന്ന് ഓർത്തുകൊണ്ട് തന്നെ അനി ആകെ വിഷമിച്ചു നിന്നു. അനി പറഞ്ഞു. എനിക്ക് ഇത്തിരി സമയം കൂടി താ, ഞാൻ അവളോട് സംസാരിക്കാം. നീ ഒന്ന് സമാധാനമായിട്ടിരിക്ക്. ഇതേ സമയത്ത് തന്നെ ആദർശ നയനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു. നയന പറഞ്ഞു. എന്നാലും ആദർശേട്ട, ഇത്രയും ദിവസം മാറി നിന്ന് ആദ്യമായിട്ടല്ലേ? എനിക്ക് നല്ല വിഷമമുണ്ട്. ഈ 2 ആഴ്ച എനിക്ക് 2 വർഷം പോലെ തോന്നൂ. ആദർശ് പറഞ്ഞു. എൻ്റെ മനസ്സിലും അതുപോലെ തന്നെയാണ് നയനെ. എനിക്ക് പോവാൻ ഒട്ടും താല്പര്യമില്ല. നയന അവനെ പ്രോത്സാഹിപ്പിച്ചു. പോകേണ്ടെന്ന് വെക്കണ്ട, പുതിയ ജ്വല്ലറി തുടങ്ങാനുള്ളതല്ലേ. അവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടായിട്ട് പെട്ടെന്ന് വന്നാൽ മതി. ആദർശ് ചിരിച്ചു. നീ പേടിക്കണ്ട, നിന്നെ നോക്കാൻ അമ്മയുണ്ടല്ലോ ഇവിടെ. നയന പറഞ്ഞു. ആ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. അമ്മ എന്നെ പൊന്നുപോലെ നോക്കും. ഇപ്പോൾ ആദർശേട്ടനേക്കാളും സ്നേഹം എന്നോട് അമ്മക്കാണ്. ആദർശും അത് സമ്മതിച്ചു. അതുകൊണ്ടാണ് എനിക്ക് അത്ര പേടിയില്ലാത്തത്. നയന വീണ്ടും പറഞ്ഞു. എങ്കിലും ആദ്യമായിട്ടല്ലേ ഇങ്ങനെ മാറി നിൽക്കുന്നത്, അതിൻ്റേതായിട്ടുള്ളൊരു വിഷമമുണ്ട്. ആദർശ് പറയുന്നുണ്ട്. അവിടെ നിന്ന് ജോലിയിൽ മുഴുകിക്കഴിയുമ്പോൾ ഞാൻ ഇതൊന്നും ഓർക്കില്ലായിരിക്കും. തിരിച്ച് മുറിയിലെത്തുമ്പോഴേ നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടുള്ളൂ. അന്നേരം നയന പരിഭവിച്ചു. ഓഹോ, അപ്പോൾ ജോലി കിട്ടിയ എന്നെ അങ്ങ് മറന്നു പോകുമല്ലേ? ആദർശ് ചിരിച്ചുകൊണ്ട് അവളെ സമാധാനിപ്പിച്ചു. മറന്നു പോകുന്നതൊന്നുമല്ല, തിരക്കിടയിൽ ഒന്നും തന്നെ ഓർക്കാൻ സമയം കിട്ടില്ലെന്നാണ് പറഞ്ഞത്.
ഇതേ സമയത്ത് തന്നെ നവ്യയും അഭിയും കൂടി തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. നവ്യ പറഞ്ഞു, അനന്തപുരിയിലെ സിംഹം എൻ്റെ മുന്നിൽ കീഴടങ്ങി കഴിഞ്ഞു. ഇനി എനിക്ക് ധൈര്യമായിട്ട് പരസ്യങ്ങളിൽ അഭിനയിക്കാം, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. ഇനി ഈ നാട് അറിയപ്പെടുന്നത് നവ്യയുടെ പേരിലായിരിക്കും. അഭിയും അത് ശരിവെച്ചു. അതെ, മൂർത്തി ഇനി അറിയപ്പെടാൻ പോകുന്നത് നവ്യയുടെ മുത്തച്ഛൻ എന്ന നിലയിലായിരിക്കും. നവ്യ പറഞ്ഞു, നീ കണ്ടോ, നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അഭി ഒരു നിബന്ധന വെച്ചു. എടി, ഒരു കാര്യമുണ്ട്, ഞാൻ നിന്റെ പിന്നിലുണ്ടെന്ന കാര്യം ഈ വീട്ടിൽ ആരും അറിയാൻ പാടില്ല. നവ്യ ചോദിച്ചു, എടാ നിനക്കെന്താ ഇത്ര പേടി? അഭി പറഞ്ഞു, ഏയ്, വീട്ടിൽ എല്ലാവരും നിന്നെ എതിർക്കും. ആ സമയത്ത് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരെയും തെറ്റിക്കാൻ അവർ നോക്കും. ആദർശം നിന്റെ അനിയത്തിയുമൊക്കെ അതിന് മുന്നിൽ തന്നെ നിൽക്കും. നവ്യ തറപ്പിച്ചു പറഞ്ഞു, ആരൊക്കെ നോക്കിയാലും നമ്മൾ ഇനി ഒരിക്കലും തെറ്റില്ല അഭി. അവരെന്നെക്കുറിച്ച് പല അപവാദങ്ങളും പറഞ്ഞെന്നിരിക്കും, അതൊക്കെ നിന്നെ ബുദ്ധിമുട്ടിക്കും. നവ്യ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്ത് അപവാദം പറഞ്ഞാലും ഈ നവ്യ അതൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല. നവ്യ തൻ്റെ പ്ലാന് വെളിപ്പെടുത്തി. എനിക്ക് പരസ്യത്തിൽ നിന്നും കുറേ പൈസ കിട്ടും, അത് വെച്ച് മൂർത്തി ജ്വല്ലറിക്കെതിരെ നമുക്ക് സ്വന്തമായിട്ടൊരു ജ്വല്ലറി തന്നെ തുടങ്ങാം. അന്നേരം അഭി പറയുന്നത്, അതൊരു മധുര പ്രതികാരം തന്നെയായിരിക്കും. നവ്യ കൂട്ടിച്ചേർത്തു, ഞാൻ പരസ്യത്തിന് പോകുമ്പോൾ നീയും എൻ്റെ കൂടെ വരണം അഭി. അന്നേരം അഭി മടിച്ചു നിന്നു. അതൊക്കെ ഒരു നാണക്കേടല്ലേ? നവ്യ വിട്ടില്ല. എന്ത് നാണക്കേട്? ഞാൻ മൂർത്തിയുടെ വീട്ടിലെ മരുമോളല്ലേ, എനിക്ക് നല്ല സ്വീകരണമാണ് കിട്ടുന്നത്. കുഞ്ഞിനെ നോക്കാൻ ഇവിടെ അമ്മയുണ്ടല്ലോ. അഭി പറഞ്ഞു, ശരി, പക്ഷേ ചിലപ്പോൾ എനിക്ക് അവരുടെ മുന്നിൽ നിന്ന് തള്ളി പറയേണ്ടി വരും. അതെൻ്റെ അവസ്ഥ കൊണ്ടാണ്, നീ എന്നെ മനസ്സിലാക്കണം. നവ്യ സ്നേഹത്തോടെ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം അഭി. നിന്നെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. അഭി അവളെ ചേർത്ത് പിടിച്ചപ്പോൾ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ യഥാർത്ഥ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ വെച്ചേക്കില്ലടി. അങ്ങനെ പിറ്റേ ദിവസം ആദർശ് പോവാൻ തയ്യാറെടുത്തു. നയന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അവൾ ചോദിച്ചു, വിസയും പാസ്പോർട്ടൊക്കെ എടുത്തോ? ആ, എല്ലാം എടുത്തിട്ടുണ്ട്, അതൊന്നുമില്ലാതെ പോകാൻ പറ്റില്ലല്ലോ. നയന പറഞ്ഞു, ആദർശേട്ടാ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ആദർശ് തമാശയായി ചോദിച്ചു, എന്തിനാ? ഞാൻ പോകുന്ന ഫ്ലൈറ്റ് എങ്ങാനും തകരുമെന്ന് പേടിച്ചിട്ടാണോ? നയനക്ക് ദേഷ്യം വന്നു. എന്ത് വർത്താനം ആദർശേട്ടായി പറയുന്നത്? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണോ പറയുന്നത്? എനിക്ക് സങ്കടം വരുന്നുണ്ട്. ആദർശ് നേരെ സോറി പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാ, നീ സങ്കടപ്പെടുന്നു വേണ്ട. നയന പറഞ്ഞു, ആദർശേട്ടൻ പോകുന്നതിൽ എനിക്കിപ്പോൾ വിഷമമുണ്ട്. നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ പോകുന്നതിൽ എന്നേക്കാൾ കൂടുതൽ വിഷമം അമ്മക്കാണ്. ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം നയനെ, അമ്മയ്ക്ക് എന്നെ ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അന്നേരം നയന പറഞ്ഞു, മക്കളെ ഒരു ദിവസം കാണാതായി കഴിഞ്ഞാൽ അമ്മമാരുടെ നെഞ്ച് കത്തും. ആദർശേട്ടനെ ഇതുവരെ പിരിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അമ്മക്ക് നല്ല വിഷമമുണ്ടാവും. നയന നേരെ പൂജാമുറിയിലേക്ക് ചെന്നപ്പോൾ ദേവയാനി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ദേവയാനി പുറത്തിറങ്ങിയപ്പോൾ നയന പറഞ്ഞു, അമ്മേ, എനിക്കറിയാം അമ്മയുടെ സങ്കടമൊക്കെ. ദേവയാനി ചോദിച്ചു, മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നയന പറഞ്ഞു, അമ്മയുടെ മനസ്സിൽ വലിയ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സങ്കടപ്പെടേണ്ട, ആദർശേട്ടൻ ഉടനെ തന്നെ തിരിച്ചു വരുമല്ലോ. അങ്ങനെ എല്ലാവരും ഹാളിൽ ഒത്തുചേർന്നു. മുത്തശ്ശൻ ചോദിച്ചു, രണ്ടുപേരും പ്രാർത്ഥന കഴിഞ്ഞ് വരുവാണോ? ദേവയാനി പറഞ്ഞു, അതെ അച്ഛാ, ആദർശ് പോകുമല്ലേ, എല്ലാവർക്കും വിഷമമുണ്ട്. നയന പറഞ്ഞു, മുത്തശ്ശൻ പോവേണ്ട കാര്യമില്ല, ഈ പ്രായത്തിൽ അത് ബുദ്ധിമുട്ടാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മോളെ, ഞാനല്ലേ പണ്ട് പോയിക്കൊണ്ടിരുന്നത്. ദേവയാനി പറയുന്നുണ്ട്, ആദർശിനെ പിരിയുന്നതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. മുത്തശ്ശി പറഞ്ഞു, ആദർശ് പോയാലും മരുമോൾ ഇവിടെയുണ്ടല്ലോ ദേവയാനി. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ രണ്ടുപേരെയും കാണാതിരിക്കാൻ പറ്റില്ല. അവർ അഭിയെയും കുറിച്ചും സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ കുറച്ചു ദിവസം വീട്ടിലില്ലാതിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സമാധാനത്തെക്കുറിച്ച് മുത്തശ്ശൻ ഓർത്തു. മുത്തശ്ശൻ പറഞ്ഞു, അവൻ ചെയ്ത തെറ്റിന് ഈ വീട്ടിൽ കയറ്റാൻ പാടില്ലാത്തതാണ്. പക്ഷേ നവ്യയും കുഞ്ഞിനെയും ഓർത്തുകൊണ്ട് മാത്രമാണ് അവൻ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. അവനും അവൻ്റെ അമ്മയും എപ്പോഴാണ് വിഷം തുപ്പുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അന്നേരം മുത്തശ്ശി പറഞ്ഞു, ഇപ്പോൾ നവ്യാണ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്. മുത്തശ്ശൻ ആദർശിനെ പുകഴ്ത്തി. ആദർശുള്ളത് കൊണ്ട് ജ്വല്ലറിയുടെ കാര്യം എനിക്ക് പേടിയില്ല. അബിയെ പോലൊരുത്തൻ ഇവിടെയുള്ളപ്പോൾ ആദർശിനെ പോലൊരു പേരക്കുട്ടി എൻ്റെ ഭാഗ്യമാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. ആദർശ് മുത്തശ്ശൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. മുത്തശ്ശൻ ഉപദേശിച്ചു, മോനെ, ചെന്ന ഉടനെ നീ വിളിക്കണം, അവിടെ പുതിയ എതിരാളികളുണ്ട്, അതുകൊണ്ട് മോൻ സൂക്ഷിക്കണം. ആദർശ് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം മുത്തശ്ശ. മുത്തശ്ശൻ പേടിക്കൊന്നും വേണ്ട, നമ്മളെ കടത്തിവെട്ടാൻ ഒരിക്കലും അവർക്കാർക്കും പറ്റില്ല. ആദർശ് അനിയോട് പറഞ്ഞു, ഞാൻ നിന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ നീ ഭംഗിയായിട്ട് തന്നെ നോക്കിക്കൊള്ളണം. ജ്വല്ലറി നിന്റെ മേൽനോട്ടത്തിലാണ്. അനി എല്ലാ കാര്യങ്ങളും ശരിയാക്കാമെന്നും പറഞ്ഞു. ഈ സമയം അബി ബാൽക്കണിയിൽ നിന്നും ആദർശ് പോകുന്നതും നോക്കി നിന്നു. എടാ, നീ പോയിക്കോടാ, നിന്നെക്കുള്ള പണിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന ഭാവത്തിൽ അബി ഒരു രാക്ഷസനെ പോലെ ഇങ്ങനെ നോക്കി നിന്ന് ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാട്ടോ. ബൈ.